പ്രകൃതിയുടെ മിശ്രണം ടാറ്റയുടെ പാക്കിംഗ് എന്നൊരു പരസ്യവാചകം കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെയാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ കാര്യം. വിവരക്കേടും വിടുവായത്വവും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നാൽ സജി ചെറിയാനായി. പാർട്ടിയുടെ മിശ്രണം, സജിയുടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി. ഇപ്പോൾ ഇത് പറയാൻ കാര്യം, ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പുന്നപ്പുറ വടക്ക് പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന വേളയിൽ നടത്തിയ ഏറ്റവും പുതിയ പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും കേട്ട് കാണും, അല്ലെങ്കിൽ പത്രദ്വാര വായിച്ചറിഞ്ഞ് കാണും എന്നെനിക്കറിയാം. നരേന്ദ്രമോദി വിളിച്ചപ്പോൾ എന്നല്ല അദ്ദേഹം പറഞ്ഞത്, BJP വിളിച്ചപ്പോൾ ക്രിസ്ത്യൻ മെത്രാന്മാർക്ക് രോമാഞ്ചമുണ്ടായി. കേക്കും മുന്തിരിയിട്ട് വാറ്റിയ വൈനും കഴിച്ചപ്പോൾ അവർ മണിപ്പൂരിനെ കുറിച്ച് മറന്നുപോയി എന്നാണ് സജിയുടെ പരാതി. ഇദ്ദേഹം ഇതുപോലെയുള്ള പ്രസ്താവനകൾ മുമ്പ് നടത്തിയിട്ടുണ്ട്. മറിയക്കുട്ടി എന്തിനാണ് തുള്ളുന്നത് എന്ന് ചോദിച്ചത് ഈ നവകേരള യാത്ര നടക്കുന്നതിനിടയ്ക്കാണ്. അതിന് കുറച്ചുകൂടി മുമ്പാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ മൈക്ക് വെച്ച് വാങ്ക് വിളിക്കുന്നില്ല എന്ന ചരിത്രപരമായ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. അതിനു മുമ്പാണ് അദ്ദേഹം കേരളിനെ കുറിച്ച് രോമാഞ്ചം കൊള്ളുകയും അതിനെ എതിർക്കുന്നവരെയൊക്കെ അറഞ്ചം പുറഞ്ചം അസഭ്യം പറയുകയും ചെയ്തത്. അതിനും കുറച്ചുകൂടി മുമ്പാണ് പുള്ളിക്കാരൻ തന്നെ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും ഒഴിച്ച് പുലിവാല് പിടിച്ചത്. അന്ന് കുറച്ച് ആൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയിരിക്കേണ്ടി വന്നു. അപ്പോഴെങ്കിലും ഇയാൾ നാക്കിന് എന്തെങ്കിലും ലൈസൻസ് വയ്ക്കും എന്ന ആളുകൾ വിചാരിച്ചു. പക്ഷേ യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. പുള്ളി പൂർവാധികം ശക്തനായി തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, കൂടുതൽ വിടുവായത്തരം, കൂടുതൽ വിവരക്കേട് വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മെത്രാന്മാരെ മാന്താൻ പോയത്. മെത്രാന്മാരാണെങ്കിൽ ആകെ കലിപ്പിലാണ്. ഈ നവകേരളത്തോട് അവർക്ക് യാതൊരു യോജിപ്പുമില്ല എന്നുള്ളത് ദീപികയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ലക്കങ്ങൾ വായിച്ചാൽ, അല്ലെങ്കിൽ എഡിറ്റോറിയലുകൾ മാത്രം വായിച്ചാൽ നമുക്ക് ബോധ്യവും. പാലസ്തീൻ പ്രശ്നത്തിലടക്കം മെത്രാന്മാരുടെ നിലപാടും ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടും തമ്മിൽ യോജിച്ചു പോകുന്നില്ല. KT ജലീലാണെങ്കിൽ മെത്രാന്മാരെ മാന്തിക്കൊണ്ട് നേരത്തെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിടുകയും KCBC അതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ ജലീലിന് യാതൊരു കുലുക്കുണ്ടായില്ല. സജി ചെറിയാനെ പോലെയല്ല. ജലീലിന് മുഖ്യമന്ത്രിയുടെ വ്യക്തമായ പിന്തുണയുണ്ട്. സജിക്ക് അത്ര തന്നെയില്ല. ഇനിയിപ്പോൾ സജി നാളെ തിരുത്തി പറയും, ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചു, മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നൊക്കെ പറയും. പക്ഷേ ജലീൽ അങ്ങനെയൊന്നും പറയില്ല. കാരണം അത് എഴുതിയത് ഫേസ്ബുക്കിലാണ്. മാത്രമല്ല KCBCയുടെ പ്രസ്താവന വന്നതിന് ശേഷവും പുള്ളി അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കി കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ മെത്രാന്മാരെയും മറ്റുമൊക്കെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ജലീൽ, ഒരു ഭാഗത്ത് സജി ചെറിയാൻ. ഇവർ രണ്ടുപേരും കൂടി കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ മൊത്തം ഉപദേശിച്ചും ഗുണദോഷിച്ചും ശകാരിച്ചും നന്നാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഈ മെത്രാന്മാർക്ക് മണിപ്പൂരിനെ കുറിച്ച് യാതൊരു ഓർമ്മയുമില്ല, അവർക്ക് അൾഷിമേഴ്സ് ബാധിച്ചു എന്ന്. അങ്ങനെയൊന്നുമല്ല. ഈ മെത്രാന്മാർക്ക് നല്ല ഓർമ്മയുണ്ട്. ആരാണ് അവരെ സഹായിച്ചത്, ആരാണ് അവരെ ദ്രോഹിച്ചത്, കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ്, BJPയുടെ നിലപാടെന്താണ് എന്നൊക്കെ അറിയാവുന്നവരാണ്. പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചപ്പോൾ അവിടെ പോയി. അത് ഇന്നിപ്പോൾ KCBC വക്താവ് പറയുന്നത് ഞാൻ കേട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വിളിച്ചത്, അല്ലാതെ വഴിയെ പോകുന്ന ആളുകളല്ല. പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും മറ്റ് പ്രമുഖ വ്യക്തികളെയും ക്രൈസ്തവർക്ക് ഏറ്റവും വിശുദ്ധമായ ക്രിസ്മസ് ദിനത്തിൽ ഒരു പരിപാടിക്ക് ക്ഷണിച്ചത്. അതിന് പോകേണ്ടത് ഞങ്ങളുടെ ധർമ്മവും ഞങ്ങളുടെ ഉത്തരവാദിത്വവുമാണ്. ഞങ്ങൾ അതുകൊണ്ട് അവിടെ പോയി. അതിന് സജി ചെറിയാൻ്റെ ഒന്നും ഒരു ഉപചാരവും ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയുമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വിളിച്ചത്, ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടികൾക്ക് വേണ്ടി മാറിയേക്കാം, പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന പോലെ. പക്ഷേ ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് അവിടെ പങ്കെടുക്കുന്നതാണ് ഉചിതം എന്ന് തോന്നി. അവരവിടെ പോയി പങ്കെടുത്തു. അവിടെ മണിപ്പൂരിനെ കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടായില്ല. പ്രധാനമന്ത്രി പറഞ്ഞത് കേട്ടു. മെത്രാന്മാർ അവരുടെ എളിയ വാക്കുകൾ അവിടെ അവതരിപ്പിച്ചു. അവർ തിരിച്ചു പോന്നു. അതിൻ്റെ അർത്ഥം മണിപ്പൂർ നടന്ന കലാപത്തെക്കുറിച്ച് അവർക്ക് യാതൊരു പ്രതിഷേധമില്ലെന്നോ, അവർക്ക് വേദനയില്ലെന്നോ, അമർഷമില്ലെന്നോ, രോഷമില്ലെന്നോ അല്ല. അവർക്ക് രോഷമുണ്ട്. അത് പ്രകടിപ്പിക്കേണ്ട വേദിയിൽ പ്രകടിപ്പിക്കേണ്ട രീതിയിൽ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. അതൊന്നും അവരെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ മുമ്പും നമുക്ക് അനുഭവമുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ തന്നെ ഉദാഹരണം നോക്കിയാൽ മതി. പണ്ട് MA ബേബി എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. രണ്ടാം മുണ്ടശ്ശേരി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വലിയ ദൈക്ഷണികനായിരുന്നു അദ്ദേഹം. ചിന്തകനാണ്, പ്രത്യയശാസ്ത്ര വിശാരദനാണ്. അദ്ദേഹം കേരളത്തിലെ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമമുണ്ടാക്കി. മെത്രാന്മാർ അതിനെ എതിർത്തു. ബേബി അവരെ ആക്ഷേപിച്ചു.
രൂപതാ നയവും അതിരൂപതാ നയവും ഒക്കെ അദ്ദേഹം വിശദീകരിച്ചു. യേശുവിലാണ് എൻ്റെ വിശ്വാസം, കീശയിലാണ് എൻ്റെ ആശ്വാസം എന്ന് പരിഹസിച്ചു. അതുകൂടാതെ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠമുണ്ടാക്കി ഇവിടെ മൊത്തം മതേതരത്വം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മെത്രാന്മാർ തിരിച്ച് പണി കൊടുത്തു. അങ്ങനെയാണ് ആറ്റിങ്ങൽ മുതൽ ആലത്തൂർ വരെ വലിയൊരു സാമ്രാജ്യത്തിൽ ഒറ്റ LDFകാരും ജയിക്കാതെ പോയത്. അതൊക്കെ ആളുകൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. അതുപോലെയൊക്കെ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് കേരളത്തിലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ. ഇത് സജി ചെറിയാൻ തന്നെ അറിയാവുന്നതാണ്. 2018 എങ്ങനെയാണ് സജി ചെറിയാൻ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത്? ഓർത്തു വയ്ക്കാൻ മതി. അന്ന് ചെങ്ങന്നൂർ ഒരു ക്രിസ്ത്യൻ MLA ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് പ്രചരിപ്പിച്ചിട്ടാണ് ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ യോഗ്യൻ ഇപ്പോൾ മെത്രാന്മാരെയൊക്കെ ചൊറിയുന്ന മന്തുന്ന ആൾ ജയിച്ചത്. അന്ന് പെന്തിക്കോസ്ത് പാസ്റ്റർമാർ വീട് വീടാന്തരം കയറി നമ്മുടെ സമുദായക്കാരനാണ് ഇദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. CSIയിലെ വൈദികർ മാത്രമല്ല, ഓർത്തഡോക്സ് സഭയിലെ ചില മെത്രാന്മാർ വരെ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഇടയലേഖനം പുറപ്പെടുവിക്കുകയും പള്ളിയിൽ വിളിച്ചു പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് സജി ചെറിയാൻ MLA ആയത്. അതുകൊണ്ടാണ് സജി ചെറിയാൻ ഇന്നിപ്പോൾ നവോത്ഥാന നായകനും സാംസ്കാരിക മന്ത്രിയുമായി മാറിയത്. സജിക്ക് അൾഷിമേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്ങനെയാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന് സ്വയം ആലോചിച്ചാൽ അദ്ദേഹത്തിന് ബോധ്യവും. ഇപ്പം ഞാൻ പറഞ്ഞ കണക്കാക്കണ്ട. ഇനി മന്ത്രിയായോടി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നുപോയെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സജി മറന്നാലും നാട്ടുകാർ മറക്കില്ല, നാട്ടുകാരെല്ലാവരും മറന്നാലും മതമേലധ്യക്ഷന്മാർ ആരും മറക്കുകയില്ല എന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഇതുപോലുള്ള വിടുവായത്ത് ഇടയ്ക്കിടയ്ക്ക് പറയണം. കാരണം എന്നാലല്ലേ നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സഖാവേ, നല്ലൊരു ദിവസമായിട്ട്, നവോത്സരം പിറക്കുന്ന ദിവസമായിട്ട് ഇതുപോലെ ആലോചനാമൃതമായ ഒരു പ്രസംഗം നടത്തി നമ്മളെയൊക്കെ ഗോൾമയർ കൊള്ളിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ആ രോമാഞ്ചത്തിൽ ഞാനും പങ്കുചേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.